നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മഞ്ചേശ്വരത്തെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ എതിർപ്പുമായി DYFI. ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് DYFI കത്ത് നൽകി. കുമ്പള ബായാർ കമ്മിറ്റികളാണ് കത്ത് നൽകിയത്. കാഞ്ഞങ്ങാട് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ ക്രൂരമർദ്ദനം. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഡ്രൈവർ പീറ്ററിനെയാണ് സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ചുമതലയ്ക്കായി കേന്ദ്രസേന കാസർഗോഡ് ജില്ലയിലെത്തി. ജയ്പൂരിൽ നിന്നുള്ള 2 കമ്പനി കേന്ദ്രസേന അംഗങ്ങളാണ് പുല്ലൂരിലെ ക്യാമ്പിലെത്തിയത്. മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള ബാലബോധിനി പുരസ്കാരം നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പർ ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഉദുമയിൽ CH കുഞ്ഞമ്പു MLA തന്നെ വീണ്ടും മത്സരിക്കും. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയായിരിക്കും സ്ഥാനാർത്ഥി. കാഞ്ഞങ്ങാട് CPI മുൻ ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മത്സരിക്കും. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ മത്സരിക്കും. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന കമ്മിറ്റി മഞ്ചേശ്വരത്തെ സാഹചര്യം ചർച്ച ചെയ്യാൻ ജില്ലാ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. നേരത്തെ ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കാനായിരുന്നു ആലോചന. ഷാനവാസ് മത്സരിച്ചാൽ UDF വോട്ടുകൾ പിടിച്ചെടുത്ത് അത് BJPയുടെ വിജയത്തിന് വഴി തുറക്കുമെന്ന CPM നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിന് കാരണം. ഭാഷാ ന്യൂനപക്ഷ പ്രദേശമായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള KR ജയാനന്ദ തുളു അക്കാദമിയുടെ ചെയർമാനാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും കളമൊരുങ്ങുക. മഞ്ചേശ്വരത്ത് 2006 CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ചരിത്രവുമുണ്ട്. ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ സംസ്ഥാന സമിതി തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. ഉദുമയിൽ CH കുഞ്ഞമ്പു ഒരു വട്ടം കൂടി മത്സരിക്കും. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയായിരിക്കും സ്ഥാനാർത്ഥി. കാഞ്ഞങ്ങാട് CPI മുൻ ജില്ലാ പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് INLന് തന്നെ ഇത്തവണയും അവസരം നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ എതിർപ്പുമായി DYFI. ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് DYFI കത്ത് നൽകി. കുമ്പള ബായാർ കമ്മിറ്റികളാണ് കത്ത് നൽകിയത്. മഞ്ചേശ്വരത്തെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ എതിർപ്പുമായി DYFI രംഗത്ത്. ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് CPM ജില്ലാ കമ്മിറ്റിക്ക് കുമ്പള ബായാർ കമ്മിറ്റികൾ കത്തു നൽകി. UDFനെ സഹായിക്കുന്ന പാർട്ടി നിലപാട് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലും ഷാനവാസ് പാദൂരിനായി വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. KR ജയാനന്ദയെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. കൂടുതൽ DYFI കമ്മിറ്റികൾ ഇതേ ആവശ്യമുന്നയിച്ച് കത്ത് നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ ക്രൂരമർദ്ദനം. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഡ്രൈവർ പീറ്ററിനെയാണ് സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പീറ്ററെ അവിടെ വെച്ചും ആക്രമിച്ചതായി പരാതിയുണ്ട്. സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്ന് പീറ്റർ പറഞ്ഞു. ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയായിരുന്നു, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ. അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 7:40 7:35 ഞങ്ങളൊരു ബസ്സുണ്ട്, ഞങ്ങൾ പോകാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് ബാക്കാക്കി തരാം, നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബസ് ഓടാൻ തുടങ്ങിയിട്ടില്ല, ഓടാൻ തുടങ്ങുമ്പോൾ അല്ലേ അന്നേരം തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പുറകോട്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേണ്ട, അത് ഓടാൻ തുടങ്ങുമ്പോൾ മതി എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറകോട്ട് പോയി ബസ്സിൻ്റെ. നേരെ ഇയാളെൻ്റെ കൊടുത്ത് പുറകിലേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് കണ്ടക്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് പ്രകോപനപരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാനൊന്നും പ്രതികരിക്കുന്നില്ലാതെ ആദ്യം മുന്നോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇയാളുടെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലെന്തോ ഒരു പഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതും കൂടെ എന്നെ മുഖത്തിൻ്റെ ഒക്കെ ഇടിച്ചു, ഇവിടെയെല്ലാം ഇടിച്ചു. പിന്നെ ഇവിടെ വയറ്റിനകത്തു നിന്നൊക്കെ ചോരയൊക്കെ വന്നു, മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ഭയങ്കരമായിട്ട് ആക്രമിച്ചായിരുന്നു. പിന്നെ വേഗം ആശുപത്രിയിൽ വന്നു. യാത്രക്കാരൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പെല്ലാം കട്ടായിപ്പോയി. ഞങ്ങൾ ഒരു ട്രിപ്പ് പോലും കട്ടാക്കാതെ കൊണ്ടു നടക്കുന്നതായി സർവീസ്. ഇപ്പോൾ പരിഹാരത്തിന് ഇങ്ങോട്ട് വന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വഴിക്കുന്ന എത്തിയപ്പോൾ തല കറങ്ങുന്നു, ഛർദ്ദിക്കാനൊക്കെ വരുന്നു. അതെയോ ഒരു വല്ലാത്ത അവസ്ഥ. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തലയ്ക്കും നെഞ്ചിനും പരിക്കേറ്റ പീറ്ററെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തിയപ്പോൾ ഡോക്ടറുടെ മുന്നിൽ വെച്ചും മർദ്ദിച്ചതായി പരാതിയുണ്ട്. സംഭവത്തിൽ പീറ്ററുടെ പരാതിയിൽ ഹോസ്റ്റർ പോലീസ് കേസെടുത്തു. ഇന്നലെ സാധാരണ പോലെ സർവീസ് നടത്തുകയായിരുന്ന നമ്മുടെ ബസ്സിലെ ഡ്രൈവറെ വളരെ അസൂക്ഷിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഈ സ്വകാര്യ ബസ്സിൻ്റെ മുതലാളി വന്ന് ആക്രമിക്കാണ്ടായത്. യഥാർത്ഥത്തിൽ ഇതിന് വ്യക്തമായിട്ട് കാരണങ്ങളൊന്നുമില്ല. എന്താണ് ഇതിന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനെന്ന് കാണുമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്വകാര്യ ബസ്സിൻ്റെ സമയത്താണ് നമ്മൾ സർവീസ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത്. ഇതുവരെയായിട്ട് ഈ സ്വകാര്യ ബസ്സിൻ്റെ സമയത്ത് നമ്മൾ സർവീസ് നടത്തിയിട്ടില്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സ്വകാര്യ ബസ്സിൻ്റെ മുതലാളി നമ്മുടെ KSRTC ഡ്രൈവറെ ആക്രമിച്ചത്. നിലവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ പോയി പരാതി നൽകിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് വിവരം കിട്ടിയിട്ടില്ല. എന്തായാലും അതുമായി മറ്റ് 1-2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവത്തെ തുടർന്ന് നീലേശ്വരം ബിരിക്കുളം വഴി പരപ്പയിലേക്കുള്ള അവസാന ബസ് സർവീസ് മുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് KSRTC തൊഴിലാളികൾ പറഞ്ഞു. 24 മണിക്കൂറിനകം വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടിയാലോചിച്ചു, തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം കൂടിയാലോചിച്ചുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടികൾ പോവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അവശ നിലയിലായ പീറ്റർ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ജില്ലാ ആശുപത്രിയിൽ കയറി അതിക്രമം നടത്തിയതിന് ഡോക്ടറുടെ പരാതിയിൽ ഹോസ്റ്റർ പോലീസ് ബസ്സുടമയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ചുമതലയ്ക്കായി കേന്ദ്രസേന കാസർഗോഡ് ജില്ലയിലെത്തി. ജയ്പൂരിൽ നിന്നുള്ള 2 കമ്പനി കേന്ദ്രസേന അംഗങ്ങളാണ് പുല്ലൂരിലെ ക്യാമ്പിലെത്തിയത്. അസിസ്റ്റന്റ് കമാൻഡന്റ് മോഹൻ സിംഗ് മീന, സെക്കൻഡ് കമ്പനി കമാൻഡന്റ് ഋഷികേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2 കമ്പനി അംഗങ്ങളാണ് ജില്ലയിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷാ ചുമതലയായാണ് സംഘം ജില്ലയിലെത്തിയത്. साइक्लोन सेंटर पुल्लूर है सर. വരും ദിവസങ്ങളിൽ സംഘം സംഘർഷബാധിത പ്രദേശങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തും. ജയ്പൂരിൽ നിന്നുള്ള 7 കമ്പനിയാണ് എത്തിയത്. ഇതിൽ 5 കമ്പനിയെ കണ്ണൂരിൽ വിന്യസിച്ചു. ലൈസൻസ് ഓഫീസർമാരായ PK രാമകൃഷ്ണൻ, KJN, PRO, സബ് ഇൻസ്പെക്ടർ ശശിധരൻ എന്നിവർ സംഘത്തെ അനുഗമിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രസേന കാസർഗോഡ് ജില്ലയിൽ സുരക്ഷാ ചുമതലയ്ക്കായി എത്തും. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജീവിത സമരയാത്ര പ്രയാണം ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു.
LDF സർക്കാരിന്റെ പെൻഷൻകാരോടും ജീവനക്കാരോടുമുള്ള അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും ബഹുജന മനസാക്ഷി ഉണർത്തുന്നതിനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിൽ നടത്തുന്ന ജീവിത സമര യാത്രയ്ക്ക് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. 5 ദിവസം നീണ്ടുനിൽക്കുന്ന 3 മേഖലാ ജാഥകളിൽ സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ഉത്തരമേഖലാ ജാഥയാണ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ കടന്നുപോയി 13-ന് അവസാനിക്കുന്ന ജാഥയിൽ സംസ്ഥാന ഭാരവാഹികളായ T. വിനയദാസ്, TV ഗംഗാധരൻ, N. ഹരിഹരൻ മാസ്റ്റർ, PC സുരേന്ദ്രൻ നായർ, K. രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, M. വാസന്തി, K. സരോജിനി എന്നിവരാണ് ജാഥാംഗങ്ങൾ. കഴിഞ്ഞ 10 വർഷമായി സർവീസ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുകയും പിടിച്ചുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരത്തിലുള്ള പിണറായി സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെയാണ് ജീവിത സമരയാത്ര. LDF സർക്കാരിന്റെ അഴിമതിയും കൊള്ളയും ധൂർത്തും പിൻവാതിൽ നിയമനവും അവസാനിപ്പിക്കുക, ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിന് അറുതി വരുത്തുക, വികലമായ മെഡിസെപ്പ് 2ാം ഘട്ട പദ്ധതി പൊളിച്ചെഴുതുക, 2021 നൽകാനുള്ള ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ അനുവദിക്കുക, പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജാഥ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ജാഥ ലീഡറും സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. വിനയദാസ് ജാഥ മാനേജറും TV ഗംഗാധരൻ, N. ഹരിദാസൻ മാസ്റ്റർ എന്നിവ ജാഥാംഗങ്ങളുമായി. PC സുരേന്ദ്രൻ നായർ, K. രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യോടൻ, M. വാസന്തി, K. സരോജിനി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK എവിജിൻ, C. രത്നാകരൻ, KG രാജൻ, AK സുധാകരൻ, K. മോഹനൻ, KM വിജയൻ, P. ദാമോദരൻ നമ്പ്യാർ, DKTF ജില്ലാ പ്രസിഡന്റ് A. വാസുദേവൻ, KPSTA ജില്ലാ പ്രസിഡന്റ് PT ബെന്നി എന്നിവർ സംസാരിച്ചു. പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് വരെയുള്ള ഏത് ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കൂടപ്പുറപ്പായി. സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 4ാമത്തെ വർഷമാകുമ്പോൾ ട്രഷറികളൊക്കെ പൂട്ടും. ഇപ്പോഴും ബില്ലുകൾക്കെല്ലാം നിയന്ത്രണമാണ്. വളരെ കുറഞ്ഞ തുക മാത്രമേ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ബാക്കി തുകയൊന്നും കൊടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥാവിശേഷം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംജാതമായിരിക്കുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴത്തെ അവസ്ഥയിലാണ്. പക്ഷേ 5 വർഷം കഴിയുമ്പോഴേക്കും UDF ഗവൺമെന്റ് വരും. UDF ഗവൺമെന്റ് വരുമ്പോൾ ധനകാര്യ മാനേജ്മെന്റ് വളരെ കൃത്യമായി നടത്തും. മുണ്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ നേതാക്കന്മാർ പറയും. ആദ്യത്തെ 1 വർഷം വലിയ ബുദ്ധിമുട്ടുകൾ കടന്നുപോകും. 2ാമത്തെ വർഷമാകുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ഖജനാവിലേക്ക് പണം വരാൻ വേണ്ടി തുടങ്ങും. പണം വന്ന് ഖജനാവിലൊക്കെ പണം മിച്ചമാകുന്ന അവസരത്തിലാണ് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും 5ാമത്തെ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുന്നത്. അവര് ദൂരത്തോടെ മുമ്പോട്ട്. KSSPA ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ സ്വാഗതവും കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി M. സീതാരാമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് AIDWA, KSKTU, CITU, NREG, DYFI, SFI തുടങ്ങിയ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം ബഹുജന വനിതാ സംഗമം നടത്തി. AIWA കേന്ദ്ര കമ്മിറ്റി അംഗം E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് AIDWA, KSKTU, CITU, NREG, DYFI, SFI തുടങ്ങിയ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം ബഹുജന വനിതാ സംഗമം നടത്തി. AIDWA കേന്ദ്ര കമ്മിറ്റി അംഗം E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു. എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ലോകത്തെല്ലാ ആകെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണോ? സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യമാണ് എന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ട് അക്രമം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അക്രമികളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നു. കേരളത്തിൽ ഏത് സ്ത്രീയാണോ ആക്രമിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്ന സ്ത്രീ ആരാണോ ആക്രമിക്കുന്നത്, ആ പുരുഷനെതിരായിട്ട്, ആ പ്രതിക്കെതിരായിട്ട് കടുത്ത നടപടി സ്വീകരിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ.
പക്ഷേ രാജ്യത്തെ സർക്കാരിനെ നിങ്ങൾ നോക്കൂ, വിവിധ സംസ്ഥാനങ്ങളെ സർക്കാരിനെ നിങ്ങൾ നോക്കൂ. ആ സർക്കാരുകൾ സ്ത്രീകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഉന്നാവയിലെ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾക്കറിയാം. എത്ര പ്രാവശ്യമാണ് വീണ്ടും വീണ്ടും ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്? BJPയുടെ MLA ആക്രമിക്കപ്പെട്ട പെൺകുട്ടി വീണ്ടും വീണ്ടും അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവളെ അച്ഛനെ കൊന്നു, അവളെ ഒപ്പം പോയിട്ടുള്ള മറ്റു സ്ത്രീകളെ കൊന്നു, അവളെ വക്കീലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അതുപോലെ തന്നെ അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയെല്ലാം ഒരിക്കൽ ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ BJPയുടെ MLA സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സർക്കാരാണ് UPയിലെ BJPയുടെ നേതൃത്വത്തിലുള്ള യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. NREG കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി MG പുഷ്പ അധ്യക്ഷത വഹിച്ചു. P ശാന്തകുമാരി, K സുജാത, ദേവി രവീന്ദ്രൻ, KV ലക്ഷ്മി, PL ഉഷ, TV പത്മിനി, M വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. P ബേബി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 നടക്കും. പ്രചരണാർത്ഥം രഥയാത്ര, കൂട്ടയോട്ടം, ബൈക്ക് റാലി എന്നിവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 കോട്ടപ്പാറയിൽ വെച്ച് നടക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മാർച്ച് 10 കൂട്ടയോട്ടവും 12 മടിക്കൈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 15ഓളം കേന്ദ്രത്തിലൂടെ രഥയാത്രയും കടന്നുപോകും. കൂട്ടയോട്ടം വൈകിട്ട് 5:30 3-ാം മൈലിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പാറയിൽ സമാപിക്കും. രഥയാത്ര രാവിലെ 9 മണിക്ക് വെള്ളുട ദുർഗാഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് ക്ഷേത്രം മേൽശാന്തി മുരളി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ചുണ്ട, മുണ്ടോട്ട്, കാഞ്ഞിരപ്പൊയിൽ, കോതോട്ടുപാറ, 3 റോഡ്, എരിക്കുളം, ആലിങ്കാൽ, അടുക്കത്തുപറമ്പ്, കൂലോം റോഡ്, മേക്കാട്ട്, കാലിച്ചാൻ പൊതി, പൂത്തക്കാൽ, മടിക്കി, അമ്പലത്തറ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. തുടർന്ന് സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള കൊടിമരവും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കല്യാൺ റോഡ് മാവുങ്കാൽ വഴി കോട്ടപ്പാറയിൽ എത്തിച്ചേരും. 15 വൈകിട്ട് 3:30 മുതൽ നടക്കുന്ന സമ്മേളനം മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി, ദേവദേവാമൃത ചൈതന്യ, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ, ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രം ധർമ്മപുരി, 3-ാം മൈൽ ബ്രഹ്മചാരി സ്വാമി ധർമ്മചൈതന്യ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ ബിനോയ് രാജ് അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും സ്ഥാനികരെയും സാമുദായിക നേതാക്കളെയും പരിപാടിയിൽ വെച്ച് ആദരിക്കും. തുടർന്ന് തിരുവാതിര, കൈകൊട്ടിക്കളി, നൃത്യങ്ങൾ, നാദക്കൂട്ട് ഘടകം, വനിതാ പൂരക്കളി സംഘത്തിന്റെ പൂരക്കളിയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബിനോയ് രാജ് കോട്ടപ്പാറ, കൺവീനർ T ചന്ദ്രൻ കക്കട്ടിൽ, രക്ഷാധികാരികളായ TV ഭാസ്കരൻ, P രാമകൃഷ്ണൻ, ശിവജി നഗർ, K മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന രഥയാത്ര 10 കാസർഗോട്ടെത്തും. യാത്രയ്ക്ക് കാസർഗോട്ട് സ്വീകരണം നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന രഥയാത്ര 2 ദിവസത്തെ യാത്രയ്ക്കായി 10 കാസർഗോട്ടെത്തും. രാജ്യത്തെ 300 ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര സഞ്ചരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കാട്ടുകൂക്കെ, പെർള, മല്ലികാർജുൻ സായി മന്ദിരം, സീതാങ്കോളി, ഷിറിയ, ഐല ഭഗവതി അമ്പലം, കൊണ്ടേവൂർ, ജോഡ്കൽ, ബായാർ, ദൈഗോളി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണമുണ്ടാവും. കാസർഗോഡ് സത്യസായി ഓർഗനൈസേഷൻ ഭാരവാഹികൾ യാത്രയിൽ പങ്കെടുക്കും. സനാതന സംസ്കൃതിയാണ് സംഘം പിന്തുടരുന്നതെങ്കിലും ಭಜನೆയിൽ എല്ലാ ಮತಕೀರ್ತನങ്ങളും ಉൾപ്പെടാറുണ്ടെന്ന് ಸಂಘಾಟಕರು ಕೂಟಿಚೇರ್ತು. ಈ ವರ್ಷ ಸ್ವಾಮಿಯವರ 100ನೇ ಜನ್ಮಶತಮಾನೋತ್ಸವವನ್ನು ಅತ್ಯಂತ ವಿಜೃಂಭಣೆಯಿಂದ ಪ್ರಪಂಚದಾದ್ಯಂತ ಆಚರಿಸ್ತಾ ಇದ್ದಾರೆ. ಭಾರತಕ್ಕೆ ಸಂಬಂಧಪಟ್ಟು 5 ರಥಗಳನ್ನು ನಿರ್ಮಿಸಿ 5 ರಥಗಳನ್ನು ಏಕಕಾಲದಲ್ಲಿ ಪುಟಪರ್ತಿಯಿಂದ ಹೊರಡಿಸಿ ಪುನಃ ನವೆಂಬರ್ 23, 26ರಂದು ಪುಟಪರ್ತಿಯಲ್ಲಿ ಸೇರುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ. ಇದು ಭಾರತದ ಎಲ್ಲ 300 ಗ್ರಾಮಗಳಲ್ಲಿ ಕೂಡ ಸಂಚರಿಸಿ ಪುನಃ ಸ್ವಾಮಿಯ ಸಂದೇಶವನ್ನು ಮನೆ ಮನಕ್ಕೆ ಮುಟ್ಟಿಸಿ ಪುನಃ ಪುಟಪರ್ತಿಗೆ ಸೇರುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ. ಇದೊಂದು ವಿಶೇಷವಾದ ಅಪೂರ್ವವಾದ ಸನ್ನಿವೇಶ. ಸ್ವಾಮಿಯ ಭೌತಿಕ ದೇಹ ನಾವು ಕೆಲವರು ಕಂಡಿದ್ದೀರಿ, ಕೆಲವರಿಗೆ ಕಾಣಲಿಕ್ಕಾಗಲಿಲ್ಲ. ಸ್ವಾಮಿ ಅಂತೂ ಹೆಚ್ಚಿನ ಕಡೆಗಳಿಗೆ ಪ್ರವಾಸ ಮಾಡಲಿಲ್ಲ. ಅದರೊಂದು ದ್ಯೋತಕವಾಗಿ ಈ ವರ್ಷ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಅಖಿಲ ಭಾರತದ ಸತ್ಯಸಾಯಿ ಸೇವಾ ಸಮಿತಿಯವರು ಸಂಸ್ಥೆಗಳು ಹಮ್ಮಿಕೊಂಡಿದ್ದಾರೆ. ಅದರ ಅಂಗವಾಗಿ ನಾಡಿದ್ದು 10ನೇ ತಾರೀಕು ಅಳಿಕೆಯಿಂದ
ಕಾಟುಕೊಕ್ಕೆ ಮಾರ್ಗವಾಗಿ ಕೇರಳ ಜಿಲ್ಲೆಗೆ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಈ ರಥವು ಆಗಮಿಸಲಿರುತ್ತದೆ. ಇದನ್ನು ಅತ್ಯಂತ ವಿಜೃಂಭಣೆಯಿಂದ ಸ್ವಾಗತಿಸಿ ಮೆರವಣಿಗೆ ಮೂಲಕ ಊರುಗಳಲ್ಲಿ ಸಂಚರಿಸಿ ಪುನಃ ನಾವು ತಲಪಾಡಿಯಲ್ಲಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಗೆ ಹಸ್ತಾಂತರಿಸಿದ್ದೇವೆ. ಇದರೊಂದು ರೂಪುರೇಷೆಗಳನ್ನು ತಮ್ಮೊಡನೆಗೆ ಹಂಚಿಕೊಳ್ಳಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. മഹാലിംഗ ഭട്ട്, കൃഷ്ണപ്രസാദ്, ശിവറാം ഷെട്ടി, ലളിത് കുമാർ, ബാബു പാട്ടാളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ബുക്ക്ലെറ്റ് പ്രകാശനവും ഓഡിയോ ഗാനത്തിന്റെ ലോഞ്ചിങ്ങും നടന്നു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയ ഇടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തേംകെട്ടിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. 10, 11, 12 തീയതികളിലായാണ് തേംകെട്ട് മഹോത്സവം നടക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികരുടെയും തറവാട്ടുകാരുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ആചാരക്രമങ്ങളോടെയാണ് ഞായറാഴ്ച രാവിലെ കന്നിക്കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നത്. ശ്രീ രവീന്ദ്രൻ നമ്പ്യാർ നെടുപട്ടമേൽ അടിയന്തരമായി ആഘോഷ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. സാഫല്യത്തിന്റെ പൂർത്തീകരണമെന്നുകൊണ്ടും മാർച്ച് 10, 11, 12 തീയതികളിൽ അതിദീപനായ ശ്രീ വയനാട്ടുകുലവന്റെയും പരിവാര ദൈവങ്ങളുടെയും ഉറഞ്ഞാട്ടത്തിന് വേദിയാവുകയാണ്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം, ഇടച്ചിയിൽ വരപ്രവൻ തറവാട്, വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, കുടവലം മഹാവിഷ്ണു ക്ഷേത്രം, കരക്കുണ്ട് മുത്തപ്പൻ മടപ്പുര, മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര, താളിക്കുണ്ട് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം, മണ്ണട്ട അരയാൽ വളപ്പ് ഗുളികൻ ദേവസ്ഥാനം, വരയില്ലം അയ്യപ്പ ഭജന മന്ദിരം, കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ്, കൊടവലം പുതിയപുര തറവാട്, കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം, എക്കാൽ പ്രാദേശിക സമിതി, അടോട്ട് കഴകം മാണിക്കോത്ത് പ്രാദേശിക സമിതി, നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം, നെല്ലിത്തറ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കേളോത്ത് എക്കാൽ തറവാട് എന്നിവിടങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കാരണവർ രാമകൃഷ്ണൻ കാരണവർക്ക് നൽകി പ്രകാശനം ചെയ്തു. ദേവസ്ഥാനത്തെക്കുറിച്ച് പുഷ്കരൻ താളിക്കുണ്ട്, കെ വി പുരുഷോത്തമൻ പുതിയകണ്ഠം എന്നിവർ രചിച്ച് പുഷ്കരൻ താളിക്കുണ്ട് സംഗീതം നൽകി. അഭിലാഷ് വിഷ്ണുമംഗലം, സുരേഷ് താളിക്കുണ്ട് എന്നിവർ ചേർന്ന് ആലപിച്ച എന്റെ പൊന്നു തമ്പുരാൻ എന്ന ഓഡിയോ ഗാനത്തിന്റെ പ്രകാശനവും ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കലവറ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പുല്ലൂർ അതുപോലെ തന്നെ താളിക്കുണ്ട് ഈ പ്രദേശത്തെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ശ്രീ വയനാട്ടുകുലം ദൈവകെട്ട് നടക്കുന്നതും. ആദ്യത്തെ ചടങ്ങായ കലവറ നടക്കൽ ചടങ്ങ് രാവിലെ 8:45 മുതൽ ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയ നമ്മുടെ സഹോദരിമാരും അവരോടൊപ്പം എത്തിയ സഹോദരന്മാരും ഒക്കെ ഈ സംഘാടക സമിതിയുടെ നന്ദിയും കടപ്പാടും ആദരപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഈ ദേവസ്ഥാനാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്കൊക്കെ
അന്നദാനം നൽകിക്കൊണ്ട് തിരിച്ചയക്കേണ്ട ബാധ്യതയുടെ ഭാഗമായി നിങ്ങളും ഇതിൽ പങ്കുചേർന്നതിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സുദിനത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ദേവന്റെ ചൈതന്യത്തെയും വിശ്വാസത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2 പാട്ടുകൾ എഴുതി അതിന് ഈണം നൽകി ഇന്ന് പ്രകാശനം ചെയ്യാൻ താല്പര്യപ്പെട്ട മഹത് വ്യക്തികളെ അവരെ ഞാൻ ഈ തൊണ്ടച്ചന്റെ പേരിലും ഈ തറവാടിന്റെ പേരിലും സംഘാടക സമിതിയും പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഏറ്റവും വളരെ മനോഹരമായ രീതിയിൽ അതിലത്തെ ലേഖനങ്ങളും അതിലത്തെ ഫോട്ടോകളും ഒക്കെ പതിച്ച് നന്നായി പ്രവർത്തിച്ച പബ്ലിസിറ്റിയുടെ കമ്മിറ്റിയെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത്രയും മനോഹരമായ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. തീർച്ചയായും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച് ഇത്രയും സാമ്പത്തിക സ്വരൂപണം നടത്താൻ വേണ്ടി പ്രയത്നിച്ച അതിന്റെ അണിയറ പ്രവർത്തനത്തെ മുഴുവൻ ആൾക്കാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ധനശേഖരണ ഉദ്ഘാടനം നടന്നു. ഇരുവിൽ IK പത്മനാഭൻ വാഴുന്നവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ധനശേഖരണ ഉദ്ഘാടനം നടന്നു. ഇരുവിൽ IK പത്മനാഭൻ വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ നമ്മളെല്ലാവരും ചേർന്ന് ഇവിടുത്തെ ക്ഷേത്ര കലശ മഹോത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയാണ് ആ നടത്തിപ്പിലേക്കായുള്ള ധനശേഖരണം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും ഇന്ന് ധനം ആവശ്യമാണല്ലോ. നമ്മളെല്ലാവരും നമ്മൾ കഴിയുന്ന സഹായം ഈ ക്ഷേത്രത്തിലേക്ക് നൽകി ഇത് ധനപരമായോ ശാരീരികമായോ സാമ്പത്തികം എന്തായാലും തരത്തില്ല. അത് നിങ്ങൾ കഴിയുന്ന സഹായം ഈ ക്ഷേത്രത്തിലേക്ക് ചെയ്യുക. ചടങ്ങിന് ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കുഞ്ഞിരാമൻ അയ്യങ്കാവ് സ്വാഗതം പറഞ്ഞു. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കാവങ്കൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വേളൂർ ശിവക്ഷേത്ര പ്രസിഡന്റ് കമ്പിക്കാനം തമ്പാൻ നായരിൽ നിന്നും ആദ്യ ഫണ്ട് കുഞ്ഞുമ്പു മണിയാളി, തറവാട് കാരണവരും ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ ആർക്കിടെക്റ്റും ഏറ്റുവാങ്ങി. വിജിലൻസ് ഡിവൈഎസ്പി വി ഉണ്ണികൃഷ്ണൻ ഉത്സവാഘോഷ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഭരണസമിതി പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവിന് നോട്ടീസ് കൈമാറി. വി മാധവൻ നായർ കാഞ്ഞങ്ങാട്, എലവൻ കുന്നേൽ ഷാജി, പ്രകാശൻ കല്ലുവളപ്പ്, അനിത രാമകൃഷ്ണൻ, ശശിധരൻ കാടമൂല, കാവുങ്കൽ നാരായണൻ മാസ്റ്റർ, MK ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശശീന്ദ്രൻ കുമ്പിച്ചിയടക്കം നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. വിലക്കുറവിന്റെ വിസ്മയവുമായി യായ് ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം നിലയിലാണ് വിലക്കുറവിന്റെ റെഡിമെയ്ഡ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ വിലക്കുറവിന്റെ വിസ്മയവുമായി കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം നിലയിൽ യായ് റെഡിമെയ്ഡ് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും വിലക്കുറവിന്റെ വസ്ത്രങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പുതിയ സെക്ഷൻ കൂടി ആരംഭിക്കുകയാണ്. യായ് എന്നാണ് അതിൻ്റെ നാമകരണം. ഇവിടെ 99 to 999 99 രൂപ മുതൽ 999 രൂപ വരെ ഉള്ള നമ്മുടെ തുണിത്തരങ്ങൾ ലഭ്യമാണ്. വളരെ ആകർഷകമായി ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ്. എല്ലാവരും റിയൽ സന്ദർശിച്ചാൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. റിയൽ കാഞ്ഞങ്ങാടിൻ്റെ വികസന രംഗത്ത് മികച്ച ഒരു സ്ഥാപനമാണ്. കച്ചവടം മാത്രമല്ല റിയലിൻ്റെ ലക്ഷ്യം. കാഞ്ഞങ്ങാടിനെ വികസന പ്രവർത്തനത്തിൽ എപ്പോഴും അവരുടെ ഒരു സിഗ്നേച്ചറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനയാണ്. സാമൂഹിക പ്രവർത്തകൻ MK വിനോദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. യായ് മാനേജിംഗ് പാർട്ണർ വഖാസ്, റിയൽ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് പാർട്ണർ CP ഫൈസൽ, PRO നാരായണൻ മുത്തൽ, മാനേജർ ശ്രീജേഷ്, പ്രശാന്ത് സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏത് പ്രായത്തിലുള്ളവർക്കും ട്രെൻഡിയായ തുണിത്തരങ്ങൾ 99നും 999നും ഇടയിൽ മാത്രം പണം മുടക്കി വാങ്ങാനാവും വിധമാണ് യായ് ഷോറൂം ക്രമീകരിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ചെലവിൽ പരമാവധി പർച്ചേസ് എന്ന ഓഫറോടെ വിപുലമായ വസ്ത്രശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ മത്സരിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മഞ്ചേശ്വരത്തെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ എതിർപ്പുമായി DYFI. ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച CPM ജില്ലാ കമ്മിറ്റിക്ക് DYFI കത്ത് നൽകി. കുമ്പള, ബായാർ കമ്മിറ്റികളാണ് കത്ത് നൽകിയത്. കാഞ്ഞങ്ങാട് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ ക്രൂരമർദ്ദനം. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഡ്രൈവർ പീറ്ററിനെയാണ് സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ചുമതലയ്ക്കായി കേന്ദ്രസേന കാസർഗോഡ് ജില്ലയിലെത്തി. ജയ്പൂരിൽ നിന്നുള്ള 2 കമ്പനി കേന്ദ്രസേന അംഗങ്ങളാണ് പുല്ലൂരിലെ ക്യാമ്പിലെത്തിയത്. മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള ബാലബോധിനി പുരസ്കാരം നീലേശ്വരം പള്ളിക്കര വിദ്യാപോഷിണി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പർ ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.